Hi friends, welcome back to our channel Kannu Techies. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus ബഡ്സിൻ്റെ അൺബോക്സിംഗ് ആണ്. എനിക്കറിയാം നമ്മുടെ ചാനലിൽ ഒരുപാട് നാളെ വീഡിയോ ഒക്കെ വന്നിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും വീഡിയോ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയി പോയത്. ഇനി ഞങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി ബോക്സ് മെല്ലെ തുറന്നു നോക്കാം. ബോക്സിനകത്ത് ഒരു വൈറ്റ് പ്ലാസ്റ്റിക് കേസാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ആ OnePlus എഴുതിയൊരു ബോക്സ് ഉണ്ട്, വൈറ്റ് പ്ലാസ്റ്റിക് കേസ് ഉണ്ട്. ഇനി അത് മാറ്റി വെച്ച് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സിനകത്ത് ഒരു റെഡ് കളേർഡ് സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്ന് റെഡ് കേബിൾ ക്ലബിൻ്റെ കാർഡാണ്. റെഡ് കേബിൾ ക്ലബിൻ്റെ കാർഡും പിന്നെ കുറച്ച് എക്സ്ട്രാ ഇയർബഡ്സും ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റോക്ക് ഇയർബഡ്സ് മോശമായി കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ഇയർബഡ്സ് ഇട്ടിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ചെവി ഡാമേജ് ആവാതിരിക്കാൻ അത് രക്ഷിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇയർബഡ്സ് മോശമായി പോകും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യാം. ഇനി വേറെ തന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് സേഫ്റ്റി ഗൈഡ് ലൈൻസും യൂസർ ഗൈഡ് ലൈൻസും പിന്നെ വാറണ്ടി കാർഡൊക്കെയാണ്. വാറണ്ടി കാർഡ് സൂക്ഷിച്ച് വെക്കുക. ബാക്കി യൂസർ ഗൈഡ് ലൈൻസ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ വിട്ട് കളയുക. വാറണ്ടി കാർഡ് എന്തായാലും സൂക്ഷിച്ച് വെക്കാൻ ഓർമ്മിക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് കേസ് അൺബോക്സ് ചെയ്യാം. പ്ലാസ്റ്റിക് കേസിൻ്റെ പുറം ഭാഗങ്ങളിൽ ഒരു സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് ഉണ്ട്. പിന്നെ ഒരു ബട്ടണും ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ. മുന്നിലൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററും ഉണ്ട്. അപ്പോൾ ഈ ബാക്കിലത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മുന്നിൽ ആ ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മുടെ കേസ് ആക്ടിവേറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കേസ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമ്മുടെ ഇയർപോഡ്സ് ഉണ്ട്. നല്ല സ്റ്റൈലിഷ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഇയർപോഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു മാഗ്നറ്റായിട്ടാണ്. അപ്പോൾ അത് കേസിനുള്ളിൽ വളരെ സുരക്ഷിതമായി തന്നെ നിൽക്കും. അതിന് വീണു പോകുന്നില്ല കേസ് ഓപ്പണായി പോയാൽ തന്നെ. പിന്നെ ഈ എയർപോഡ്സ് നല്ല പ്രീമിയം ലുക്ക് തന്നെ തരുന്നുണ്ട്. ആ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. എയർപോഡ്സിൻ്റെ അത്ര ഇല്ലെങ്കിലും കാണാൻ നല്ല സ്റ്റൈലിഷ് ആണ്. പിന്നെ ഈ കേസ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. OnePlus നല്ല രീതിയിൽ തന്നെ ഈ കേസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിന് OnePlus കയ്യടി അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പോർട്സ് ടെസ്റ്റ് ചെയ്യാം ഫോണിൽ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലൂടൂത്ത് ഓണാക്കി ആ പോർട്സ് എടുത്തിട്ട് അപ്പോൾ പോർട്സിൻ്റെ പേര് വരും. ആ പോർട്സ് മെല്ലെ കണക്ട് ചെയ്യുക, ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ലെഫ്റ്റും റൈറ്റും നമ്മുടെ പോർട്സിൻ്റെ ചാർജൊക്കെ കാണിക്കും. 100% ചാർജ് ഇപ്പോൾ ഉണ്ട്. പിന്നെ അതിനകത്ത് ഫൈൻഡ് ഡിവൈസ്, ഈ പോർട്സ് എവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോൺ കോൾസിന് വേണ്ടി യൂസ് ചെയ്യണോ, മീഡിയ ഓഡിയോക്ക് വേണ്ടി യൂസ് ചെയ്യണോ, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓൺ ഓഫ് ആക്കി വെക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഫോൺ കോൾസ് മാത്രമാക്കാം, അല്ലെങ്കിൽ മീഡിയ ഓഡിയോ മാത്രമാക്കാം. പിന്നെ ഇനി നമ്മൾ പോർട്സ് തിരിച്ച് കേസിലോട്ടേക്ക് വെച്ചാൽ അവിടെ കേസിൻ്റെ ചാർജ് കാണിക്കും. എത്രയാണ് ആ കേസിന് ഇപ്പോൾ ഉള്ള ചാർജ് എന്നൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ 94% ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചാർജ് ചെയ്യാം. കേസിൻ്റെ ചാർജ് തീരെ കുറഞ്ഞു പോയാൽ നമുക്ക് വേണ്ട സമയത്ത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്കിതിലൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ചെവിയിലൊക്കെ വെച്ച ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിത് ഫോണിൽ കണക്ട് ചെയ്ത് ഞാനൊരു മ്യൂസിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെവിയിൽ നല്ലൊരു ലുക്ക് ഇതിന് തരാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlus നല്ല സ്റ്റൈലിഷ് ഇയർപോഡ്സ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് നമുക്ക് ഒരു പ്രീമിയം ലുക്ക് തന്നെ ചെവിയിൽ വെച്ചാൽ തരുന്നുണ്ട്. ആൻഡ് ചെവിയിൽ നിന്ന് റിമൂവ് ആയ അപ്പോൾ തന്നെ ഈ പാട്ട് പ്ലേ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു അൺബോക്സിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി യൂസർ റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരൊക്കെ OnePlus ബഡ്സ് വാങ്ങണം എന്നോടൊരു കൺക്ലൂഷൻ ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് എയർപോഡ്സ് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് തീരെ കാശില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും OnePlus ബഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം OnePlus നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ആ ഒരു ഇയർബഡ്സിന് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പൈസ നഷ്ടമായി തോന്നില്ല. വളരെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ബഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് OnePlusൻ്റെ ഫോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ബഡ്സ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി വീഡിയോ കാണുന്നവരെ ബൈ ബൈ.